ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സബിത മധു. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഒരു 3-4 ഡ്രോപ്സ് നാരങ്ങ നീര് ഒഴിച്ചിട്ട് പുരട്ടി റെസ്റ്റ് ചെയ്യാനായിട്ട് 15 മിനിറ്റ് വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനുള്ള പേസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 2 സവാളയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയും. അതിനുശേഷം 4-5 ഏലക്ക ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം ഒരു 1/4 സ്പൂൺ പെരിഞ്ചീരകം സോമ്പിട്ട് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി ഞാൻ മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയും പച്ചമുളകുമാണ്. അതിനായിട്ട് 2 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. 2 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ കറി തയ്യാറാക്കാം. അതിനായിട്ടുള്ള കടായി ഞാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് കടുക്, 1/2 സ്പൂൺ കടുക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം അരിഞ്ഞു വച്ചിരുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു. പച്ചമുളകും സവാളയും എടുത്ത് വെച്ചിരുന്നത് അത് ഇട്ട് കൊടുത്തു. ഇത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാള ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. അപ്പോൾ സവാള നല്ലോണം വഴന്നു വന്നപ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം വഴന്നു വന്നപ്പോഴത്തേക്കും മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന ആ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ആ പേസ്റ്റിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച മണം പോകുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. എല്ലാം വഴന്നു വന്നപ്പോഴത്തേക്കും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ചില്ലി പൗഡർ 1.5 സ്പൂൺ ചില്ലി പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 1.5 സ്പൂൺ അതേ അളവിൽ തന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എല്ലാം നല്ലതുപോലെ വഴന്നു വന്നപ്പോഴത്തേക്കും ഞാൻ ആ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ചിക്കനിലെ 2 ഉരുളൻകിഴങ്ങും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. കുട്ടികൾക്കൊക്കെ ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ 2 ഉരുളൻകിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. മസാലയും ചിക്കനും ഉരുളൻകിഴങ്ങും എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് നല്ലോണം വഴറ്റണം. അതിനുശേഷം ചിക്കൻ അടച്ച് വെച്ച് വേവിക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിട്ടുകൊണ്ട് ആ ചിക്കനും മസാല എല്ലാം കൂടെ നല്ലതുപോലെ മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചിക്കനും ആലുവും കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ആ എണ്ണയിലിട്ട് ഈ ആലുവും ചിക്കനും കൂടെ ഇങ്ങനെ ഇളക്കി നമ്മളൊരു ഫ്രൈ ആക്കി എടുക്കുന്ന ആ ഒരു ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് ചിക്കനും ആലുവും കൂടെ എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുന്ന ഒരു ടേസ്റ്റ് വരും. ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നത്. നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം ആ ചിക്കന് വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം കരിയേപ്പത്തി ഞാൻ കരിവേപ്പില ഇട്ട് കൊടുത്തു. കരിവേപ്പത്തി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തു.
ഗരം മസാലയും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനും മാലും എല്ലാം കൂടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില വിതറിക്കൊടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ ബൈ.